നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സ്നേഹ. പ്രധാന വാർത്തകൾ. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്നും കൂൺ വിഷരഹിതമായ നല്ല ഭക്ഷ്യവസ്തുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൂൺ ഗ്രാമം സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കലയുടെ സംഗമഭൂമിയായ ഓണാട്ടുകരയിൽ നടക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഏറ്റവും മികച്ച സർഗോത്സവമാക്കി മാറ്റണമെന്ന് യു പ്രതിഭ MLA പറഞ്ഞു. ആലപ്പുഴ റവന്യൂ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ശിലാഫലകം സ്ഥാപിച്ചു. ജില്ലാ കോടതി അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ നിയമസേവന അതോറിറ്റി ഓഫീസിന് മുൻവശമാണ് ശിലാഫലകം സ്ഥാപിച്ചത്. കെട്ടിട വാടകയുടെ GST വ്യാപാരികൾക്ക് ചുമത്തുന്നത് പിൻവലിക്കുക, GST കൗൺസിലിൽ വ്യാപാരി പ്രതിനിധികളെ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വിവിധങ്ങളായ വെല്ലുവിളികളും ചൂഷണങ്ങളും നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് സ്ത്രീകൾ കടന്നുപോകുന്നതെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴയിൽ വനിതാ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വാർത്തകൾ വിശദമായി. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്നും കൂൺ വിഷരഹിതമായ നല്ല ഭക്ഷ്യവസ്തുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്നും കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൂൺ ഗ്രാമം സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്നും കൂൺ വിഷരഹിതമായ നല്ല ഭക്ഷ്യവസ്തുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്നും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു. കൂൺ കൃഷിയെയും അതിന്റെ മൂല്യവർദ്ധക സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് 1 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ വരുമാനം നേടുന്ന കർഷകരുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാന കൃഷി വകുപ്പ് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ മുഖേന രാഷ്ട്രീയ വികാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന ചേർത്തല കൂൺ ഗ്രാമം സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇതിനധികം നമുക്ക് കീടനാശിനി വളപ്രയോഗങ്ങളൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് വിഷരഹിതമായ ഗുണമേന്മയുള്ള ഒരു ഭക്ഷണമായി കൂണിനെ കണക്കാക്കുന്നുണ്ട്. മുഹമ്മയിലെ കൂൺ ഗ്രാമം, അതായത് ചേർത്തല കൂൺ ഗ്രാമം പദ്ധതി നമ്മൾ മുഹമ്മയിൽ തുടങ്ങുന്നത് ഏതോ ഒരു പരിപാടി ഇങ്ങോട്ട് പോകുന്നു എന്നതിൽ കാണരുത്. നമുക്ക് ഇതിൻ്റെ കൃഷിക്കൂട്ടങ്ങളായി കൂൺ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് വിൽപ്പന നടത്താൻ പറ്റും, കൂടുതൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ വീടുകളിലെ ചടങ്ങുകൾക്കുൾപ്പെടെ നമ്മൾ ഇതിനൊരു പാചകത്തിൻ്റെ പരിശീലനം കിട്ടുന്ന ആൾക്കാരുണ്ട് എങ്കിൽ നമുക്ക് കൂൺ കട്ട്ലറ്റും കൂൺ കേക്കും കൂൺ പായസവും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഭാഗമായി നമുക്ക് വിപണിയിൽ ഇറക്കാൻ പറ്റും. ചെറുതും വലുതുമായ നമ്മുടെ വീടുകളിൽ നടക്കുന്ന ചടങ്ങുകൾക്ക് നമുക്കിതിനെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ ഈ കേക്കുകളൊക്കെയാണ് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു പിടിയും പലർക്കും ഇല്ല. സംസ്ഥാന കൃഷി വകുപ്പ് കൃഷിദർശൻ പരിപാടി വഴി കൃഷിഭൂമിയിൽ നിന്നുകൊണ്ട് 12 ഉത്തരവുകളാണ് ഇറക്കിയത്. കൂൺ കൃഷിയിലൂടെ വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ സംസ്ഥാനത്തെ കർഷകരുടെ സാന്നിധ്യത്തിലാണ് മന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. കൂൺ ഉൽപാദന യൂണിറ്റുകളുടെ പ്രവർത്തനം, കൂൺ കൃഷിക്കൂട്ടങ്ങളുടെ രൂപീകരണ പ്രഖ്യാപനം, കൂൺ ഗ്രാമം പദ്ധതിയുടെ ലോഗോ പ്രകാശനം എന്നിവയും മന്ത്രി നിർവഹിച്ചു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റെജി, സ്ഥിരം സമിതി അധ്യക്ഷരായ M ചന്ദ്ര, CD വിശ്വനാഥൻ, TN നസീമ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ C അമ്പിളി, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജ ഈപ്പൻ, വാർഡ് മെമ്പർ നിഷ പ്രദീപ്, കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ B സ്മിത, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പദ്ധതിയിൽ അംഗങ്ങളാകുന്ന കർഷകർക്ക് പരിശീലനം കൃഷി വകുപ്പ് മുഖേന നൽകും. ഒരു ബ്ലോക്കിൽ 100 ചെറുകിട യൂണിറ്റുകൾ, 2 വൻകിട യൂണിറ്റുകൾ, 3 പ്രിസർവേഷൻ യൂണിറ്റുകൾ, 2 പാക്ക് ഹൗസുകൾ, 10 കമ്പോസ്റ്റ് യൂണിറ്റുകൾ, 1 സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയാണ് അനുവദിക്കുക. ചെറുകിട കൂൺ ഉൽപാദക യൂണിറ്റുകൾക്ക് 11,250 രൂപ, വൻകിട കൂൺ ഉൽപാദക യൂണിറ്റുകൾക്ക് 2 ലക്ഷം രൂപ, പാക്ക് ഹൗസുകൾക്ക് 2 ലക്ഷം രൂപ തുടങ്ങിയ രീതിയിൽ സബ്സിഡിയും ലഭിക്കും. കലയുടെ സംഗമഭൂമിയായ ഓണാട്ടുകരയിൽ നടക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഏറ്റവും മികച്ച സർഗോത്സവമാക്കി മാറ്റണമെന്ന് യു പ്രതിഭ MLA പറഞ്ഞു. ആലപ്പുഴ റവന്യൂ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. കലയുടെ സംഗമഭൂമിയായ ഓണാട്ടുകരയിൽ നടക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഏറ്റവും മികച്ച സർഗോത്സവമാക്കി മാറ്റണമെന്ന് യു പ്രതിഭ MLA അഭിപ്രായപ്പെട്ടു. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ.
പഠിപ്പിക്കുക. എല്ലാവരോടും പറഞ്ഞു നമുക്ക് ഈ കുറച്ച് ദിവസത്തേക്ക് തേനീച്ചകളാകാം, നമുക്ക് നല്ല മധുരം നമ്മളുടെ എല്ലാം ശരീരത്തിൽ കൊണ്ടു നടന്ന് അത് വിതരണം ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വിമർശനങ്ങൾ ഞങ്ങളോട് പറയുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ സംഘാടക സമിതി കൂടി അപ്പോഴപ്പോൾ പരിഹരിക്കാനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ഞങ്ങൾ നടത്തും. ഓണാട്ടുകരയുടെ കലയുടെ വലിയ ഇടമാണിത്. KPSC പോലെയുള്ള നാടക പ്രസ്ഥാനങ്ങളുടെ ഇടമാണ് കായംകുളം. അപ്പോൾ അത്തരം കലയുടെ ഒരു സർഗ്ഗഭൂമിയിൽ നിന്നുകൊണ്ട് ഈ ഒരു സർഗോത്സവം നടക്കുമ്പോൾ ആലപ്പുഴയിലെ ഈ അധ്യാപകർ പറയണം, ഏറ്റവും നല്ല മേളയായിരുന്നു കായംകുളത്ത് നടന്നത് എന്ന് പറയാൻ കഴിയുന്ന ഒരു അനുഭവമാക്കി നമുക്കിതിനെ മാറ്റാൻ കഴിയട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഞാൻ ഓർക്കുന്നു, രാപകലെന്ന പോലെയാണ് ഇവിടെ നഗരസഭയുടെ അപാരമായ കഴിവുകളുള്ള കുട്ടികളാണ് ജില്ലാ കലോത്സവത്തിൽ മത്സരിക്കുന്നതെന്നും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകണമെന്നും MLA കൂട്ടിച്ചേർത്തു. വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത പതാക ഉയർത്തി. ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര താരം നിഷ യൂസുഫ് ദീപം തെളിച്ചു. കായംകുളം നഗരസഭ ചെയർപേഴ്സൺ P ശശികല, വിദ്യാഭ്യാസ ഉപഡയറക്ടർ ES ശ്രീലത, കായംകുളം നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ S കേശുനാഥ്, PS സുൽഫിക്കർ, കൗൺസിലർമാരായ റെജി മാവനാൽ, AP ഷാജഹാൻ, നവാസ് മുണ്ടകത്തിൽ, രാജശ്രീ കമ്മത്ത്, K പുഷ്പദാസ്, ഹയർ സെക്കൻഡറി ചെങ്ങന്നൂർ റീജിയണൽ RDD അശോക് കുമാർ, P ഷാലി ജോൺ, C ജ്യോതികുമാർ, KN അശോക് കുമാർ, അനസ് M അഷ്റഫ്, K രാജേഷ് കുമാർ, മനോജ് കുമാർ, ഡോക്ടർ S അനസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡിസംബർ 3 വരെ കായംകുളത്തെ 13 വേദികളിലായി നടക്കുന്ന കലോത്സവത്തിൽ 5000-ലധികം വിദ്യാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ശിലാഫലകം സ്ഥാപിച്ചു. ജില്ലാ കോടതി അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ നിയമസേവന അതോറിറ്റി ഓഫീസിന് മുൻവശമാണ് ശിലാഫലകം സ്ഥാപിച്ചത്. ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ശിലാഫലകം സ്ഥാപിച്ചു. ജില്ലാ കോടതി അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ നിയമസേവന അതോറിറ്റി ഓഫീസിന് മുൻവശമാണ് ശിലാഫലകം സ്ഥാപിച്ചത്. ജില്ലാ നിയമസേവന അതോറിറ്റി ചെയർമാനും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജിയുമായ KK ബാലകൃഷ്ണൻ ശിലാഫലകത്തിന്റെ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ പ്രമോദ് മുരളി, ആലപ്പുഴ ജില്ലാ കോടതി സെന്ററിലെ വിവിധ ന്യായാധിപന്മാർ, കോടതി ജീവനക്കാർ, PL വിമാർ, STV സ്കൂളിലെ അധ്യാപകർ, SPC വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് ജഡ്ജ് ഇവിടെ വായിക്കുകയുണ്ടായി. അപ്പോൾ പ്രിയാമ്പിൻ്റെ ആ ഒരു അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രശില്പികൾ വിഭാവനം ചെയ്ത ഭാരതത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രിയാമ്പിളും അതുപോലെ തന്നെ നമ്മുടെ മൗലികമായിട്ടുള്ള കടമകളും നിർവഹിച്ചാൽ തന്നെ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഭാരതത്തെ വാർത്തെടുക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവർക്കും നല്ലൊരു ഭരണഘടനാ ദിനം ആശംസിക്കുന്നു. കെട്ടിട വാടകയുടെ GST വ്യാപാരികൾക്ക് ചുമത്തുന്നത് പിൻവലിക്കുക, GST കൗൺസിലിൽ വ്യാപാരി പ്രതിനിധികളെ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കെട്ടിട വാടകയുടെ GST വ്യാപാരികൾക്ക് ചുമത്തുന്നത് പിൻവലിക്കുക, GST കൗൺസിലിൽ വ്യാപാരി വ്യവസായി പ്രതിനിധികളെ ഉൾപ്പെടുത്തുക, ഓൺലൈൻ വ്യാപാരത്തിന് കടിഞ്ഞാണിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംഘടനയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് S വേണുഗോപാൽ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുകിട ഇടത്തരം സൂക്ഷ്മ വ്യാപാര വ്യവസായ മേഖലയിൽ GST കൗൺസിൽ കൊണ്ടുവന്ന ഇടുത്തി പോലെയുള്ള ഒരു തീരുമാനം, അതായത് കച്ചവടം നടത്തുന്ന ഈ ചെറുകിട വ്യാപാരികൾ വാടകയ്ക്കിരിക്കുന്ന വാടക കെട്ടിടത്തിന്റെ വാടകയുടെ 18% GST ആയിട്ട് നൽകണമെന്നുള്ള ഒരു കിരാത നിയമത്തെ, ആ നിയമപ്രകാരം കേരളത്തിന്റെ ചെറുകിട ഇടത്തര വ്യാപാര മേഖല അപ്പാടെ സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. എന്നും ചെറുകിട വ്യാപാരികളുടെ കൂടെ നിൽക്കുന്ന ഒരു സംഘടന എന്ന രീതിയിൽ ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ഈ നിയമത്തിനെതിരെയുള്ള സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് സജീന്ദ്രൻ ഉണ്ണി ധർണയിൽ അധ്യക്ഷത വഹിച്ചു. NGO സംഘ് സംസ്ഥാന ഉപാധ്യക്ഷൻ J മഹാദേവൻ മുഖ്യപ്രഭാഷണം നടത്തി.
ജില്ലാ ജനറൽ സെക്രട്ടറി സഞ്ജിത്ത് ശിവനന്ദൻ, ജില്ലാ ട്രഷറർ ആർ അജിത് കുമാർ, അഡ്വക്കേറ്റ് APV സ്വാമി എന്നിവർ സംസാരിച്ചു. വ്യാപാര വ്യവസായ സംരംഭങ്ങൾക്ക് പലിശ ഇളവ് അനുവദിക്കുക, വ്യാപാര വ്യവസായ ക്ഷേമനിധി കാലാനുസൃതമായി പരിഷ്കരിക്കുക, ESI പരിധിയിൽ ചെറുകിട വ്യാപാരി വ്യവസായ കുടുംബങ്ങളെ ഉൾപ്പെടുത്തുക, വ്യാപാരി വ്യവസായികൾക്ക് പങ്കാളിത്ത പെൻഷൻ ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങളും ധർണയിൽ ഉന്നയിച്ചു. വിവിധങ്ങളായ വെല്ലുവിളികളും ചൂഷണങ്ങളും നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് സ്ത്രീകൾ കടന്നു പോകുന്നതെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴയിൽ വനിതാ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വിവിധങ്ങളായ വെല്ലുവിളികളും ചൂഷണങ്ങളും നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് സ്ത്രീകൾ കടന്നു പോകുന്നതെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ പറഞ്ഞു. സ്വന്തം ഭവനങ്ങളിലും തൊഴിലിടങ്ങളിൽ പൊതു ഇടങ്ങളിലടക്കം വലിയ വെല്ലുവിളികൾ സ്ത്രീകൾ നേരിടേണ്ടി വരുന്നതായും അവർ കൂട്ടിച്ചേർത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ വനിതാ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. തൊഴിലിടങ്ങളിൽ മാത്രമല്ല സ്ത്രീകൾ ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. സ്ത്രീകളെ ചേർത്ത് പറയുമ്പോൾ കുട്ടികളും വരും അല്ലെ. സ്ത്രീകൾ ഇന്ന് സ്വന്തം കുടുംബങ്ങളിൽ, നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ പോലും നാം സഞ്ചരിക്കുന്ന പൊതുവഴികളിൽ, നാം സഞ്ചരിക്കുന്ന പൊതു ട്രാൻസ്പോർട്ട് സംവിധാനങ്ങളിലടക്കം, എന്തിനേറെ പറയുന്നു, നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നാം സമീപിക്കുന്ന എല്ലാ തലങ്ങളിലും അറിഞ്ഞോ അറിയാതെയോ ഒട്ടേറെ വെല്ലുവിളികൾ നമ്മളെ കാത്തിരിക്കുകയാണ്. ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് വേണ്ടി, സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ഇന്ന് ഏറ്റവും മഹത്തായ നമ്മുടെ ലോ ഏതെന്ന് ചോദിച്ചാൽ എല്ലാ നിയമങ്ങളുടെയും മദർ ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലേ. ആലപ്പുഴ വഴിച്ചേരി പെൻഷൻ ഭവൻ ഹാളിൽ സംഘടിപ്പിച്ച വനിതാ സെമിനാറിൽ മാരാരിക്കുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. സുദർശന ഭായി വിഷയാവതരണം നടത്തി. തൊഴിലിടങ്ങളിൽ വനിതകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളും തന്മൂലം അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സംഘർഷങ്ങളും എന്നതായിരുന്നു സെമിനാറിന്റെ വിഷയം. യൂണിയൻ ജില്ലാ ഉപാധ്യക്ഷ KN ഇന്ദിരാമ ചടങ്ങിൽ അധ്യക്ഷയായി. ജില്ലാ കമ്മിറ്റി അംഗം B. ശോഭ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കൗൺസിലർ അമ്പിളി അരവിന്ദ്, യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S. കുമാരി, സംസ്ഥാന കമ്മിറ്റി അംഗം മേഴ്സിക്കുട്ടി ജോർജ്, S. ശുഭ, മേഴ്സി ഡയാന മാസിഡോ എന്നിവർ സംസാരിച്ചു. സാർവത്രിക വയോജന പെൻഷൻ പ്രഖ്യാപിക്കുക, വയോജന പെൻഷൻ 5000 രൂപയാക്കുക, കേന്ദ്ര പെൻഷൻ വിഹിതം 200 രൂപയിൽ നിന്നും 3000 രൂപയായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സാർവത്രിക വയോജന പെൻഷൻ പ്രഖ്യാപിക്കുക, വയോജന പെൻഷൻ 5000 രൂപയാക്കുക, കേന്ദ്ര പെൻഷൻ വിഹിതം 200 രൂപയിൽ നിന്ന് 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക എത്രയും വേഗം വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച ധർണ AITUC സംസ്ഥാന ഉപാധ്യക്ഷൻ PV സത്യനേശൻ ഉദ്ഘാടനം ചെയ്തു. ഭരിക്കുന്നത് ആ ഗവൺമെന്റിന്റെ ഒരു നയമുണ്ട്, അതിലൊരു പക്ഷമുണ്ട്. ആ തൊഴിലാളികളുടെ പക്ഷമാണ്, പാവങ്ങളുടെ പക്ഷമാണ് തൊഴിലാളികളുടെ പക്ഷം. എന്നാൽ ആ പക്ഷത്തിന് വിരുദ്ധമായി അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, IPS-കാരായാലും IAS ഉദ്യോഗസ്ഥന്മാരായും കഴിഞ്ഞ ഹൈക്കോടതി ഇതിനെ സംബന്ധിച്ച് കൊടുത്ത സത്യവാങ്മൂലം പറഞ്ഞത് ഇത് അവകാശമല്ല, ഇത് ഔദാര്യമാണ്. പെൻഷൻ സർവീസ് കൗൺസിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് TR ബാഹുലയൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. കൗൺസിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ C. വാമദേവ്, സംസ്ഥാന കമ്മിറ്റി അംഗം CH സച്ചിത്, VS സൂരജ്, PV സഹദേവൻ, KP പുഷ്കരൻ എന്നിവർ സംസാരിച്ചു. ക്ഷേമ പെൻഷൻ അവകാശമായി പ്രഖ്യാപിക്കാൻ നിയമനിർമ്മാണം നടത്തുക, റെയിൽവേ യാത്രാക്കൂലി ഇളവ് പുനഃസ്ഥാപിക്കുക, വയോജന കമ്മീഷൻ രൂപീകരിക്കുക, KSRTC പെൻഷൻ മുടങ്ങാതെ നൽകുക, സർക്കാർ പെൻഷൻകാരുടെ കുടിശ്ശികയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. ആലപ്പുഴ പുലയൻ വഴി മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുക, പുലയൻ വഴി മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെയും മറ്റ് കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ പുലയൻ വഴി മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുക, പുലയൻ വഴി മാർക്കറ്റിലെ മത്സ്യത്തൊഴിലാളികളെയും മറ്റ് കച്ചവടക്കാരെയും പുനരധിവസിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് PDP മുല്ലാത്ത് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ നഗരസഭയിലേക്ക് മാർച്ചും ധർണയും നടത്തി.
100 വർഷം പഴക്കമുള്ള പുലയൻ വഴി മത്സ്യ മാർക്കറ്റ് പൊളിക്കുന്നതിനുള്ള നടപടി സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 2025 ജനുവരി 1 വരെ മാത്രമാണ് ഇവിടെ കച്ചവടക്കാർക്ക് കോടതി ഒഴിയാനുള്ള സമയം നൽകിയിരിക്കുന്നത്. ജനുവരി 1 ശേഷം തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നവരിൽ പ്രായമായവരും ക്യാൻസർ അടക്കം രോഗബാധിതരും ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ കച്ചവടം നടത്തുന്ന മുഴുവൻ ആളുകളെയും മറ്റൊരിടത്തേക്ക് പുനരധിവസിപ്പിക്കാൻ നഗരസഭാധികാരികൾ തയ്യാറാകണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു. കൗൺസിലർ പി രതീഷ് ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. രോഗം ബാധിച്ച ക്യാൻസർ അടക്കം ബാധിച്ച അമ്മച്ചിമാരടക്കമുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തൊഴിൽ പുനരധിവാസ സംവിധാനങ്ങളിലേക്ക് പോവുക എന്ന് പറയുന്ന ഒരു ദുഷ്കരമായ കാര്യമാണ്. നമുക്കറിയാം, അങ്ങനെ ഒരു മാർക്കറ്റ് അടച്ചുപൂട്ടുമ്പോൾ അവരെ പുനരധിവസിപ്പിക്കേണ്ട അവകാശം ഇവിടുത്തെ ഓരോ ഭരണകൂടത്തിനുമുണ്ട്. അത് സംസ്ഥാന ഗവൺമെന്റിനുണ്ട്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും. ഇവിടെ ആലപ്പുഴ നഗരസഭ ഭരിക്കുന്നത് നമുക്കറിയാം. ആലപ്പുഴ നഗരസഭ ഭരിക്കുന്നത് ആരാണ്? കേരളത്തിലെ തൊഴിലാളി വർഗത്തെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറിയ ഒരു പാർട്ടിയാണ്. നമുക്കറിയാം, തൊഴിലാളികളുടെ സംരക്ഷണമാണ് അവരുടെ പ്രധാന മുദ്രാവാക്യം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മുദ്രാവാക്യം വെച്ചു പുലർത്തുന്ന ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണ സംവിധാനം ഭരിക്കുന്ന PDP അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി നൌഷാദ്, PTUC സംസ്ഥാന ഉപാധ്യക്ഷൻ ഗഫൂർ കോയാമോൻ, ഹാരിസ് കോയാക്കുട്ടി, ഹാഷിം മുല്ലാദ്, ഷിഹാബ് മുല്ലാദ്, ഷജീർ ബാഷ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. കൂൺ കൃഷി കർഷകർക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുമെന്നും കൂൺ വിഷരഹിതമായ നല്ല ഭക്ഷ്യവസ്തുവായി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്നും കൃഷിമന്ത്രി P. പ്രസാദ് പറഞ്ഞു. കൂൺ ഗ്രാമം സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കലയുടെ സംഗമഭൂമിയായ ഓണാട്ടുകരയിൽ നടക്കുന്ന ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഏറ്റവും മികച്ച സർഗോത്സവമാക്കി മാറ്റണമെന്ന് U. പ്രതിഭ MLA പറഞ്ഞു. ആലപ്പുഴ റവന്യൂ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഭരണഘടനയുടെ ആമുഖം ആലേഖനം ചെയ്ത ശിലാഫലകം സ്ഥാപിച്ചു. ജില്ലാ കോടതി അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ നിയമസേവന അതോറിറ്റി ഓഫീസിന് മുൻവശമാണ് ശിലാഫലകം സ്ഥാപിച്ചത്. കെട്ടിട വാടകയുടെ GST വ്യാപാരികൾക്ക് ചുമത്തുന്നത് പിൻവലിക്കുക, GST കൗൺസിലിൽ വ്യാപാരി പ്രതിനിധികളെ ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വിവിധങ്ങളായ വെല്ലുവിളികളും ചൂഷണങ്ങളും നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് സ്ത്രീകൾ കടന്നുപോകുന്നതെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ജലജ ചന്ദ്രൻ പറഞ്ഞു. ആലപ്പുഴയിൽ വനിതാ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. ഇതോടെ ഈ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.